എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈൻ. ഇന്ന് 2025 മെയ് 22 വ്യാഴാഴ്ച. നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്നത്തെ ഇൻഡെക്സുകളെല്ലാം തന്നെ റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വിവിധ സെക്ടറുകളിലെ ഒരു സെല്ലിംഗ് കാരണം BSE സെൻസെക്സ് 644 പോയിൻറ്റ് അഥവാ 0.79% ഇടിഞ്ഞ് 80,950 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 80,490 മുതൽ 81,323 വരെയാണ് ഇന്ന് ആ സെൻസെക്സിൽ ട്രേഡിംഗ് നടന്നിട്ടുള്ള ആ ഒരു ഗ്യാപ്പ്. എന്നാൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 203 പോയിൻറ്റ് അഥവാ 0.82% ഇടിഞ്ഞ് 24,609 ക്ലോസ് ചെയ്തു. സെൻസെക്സിൽ രജിസ്റ്റർ ചെയ്ത സ്റ്റോക്കുകളിൽ ഭാരതി എയർടെൽ, ഇൻഡസ്ഇൻഡ് ബാങ്ക്, അൾട്രാടെക് സിമെൻറ്റ് എന്നിവയ്ക്ക് മാത്രമേ ഇന്ന് സ്ലൈറ്റ്ലി ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ശേഷിക്കുന്ന 27 സ്റ്റോക്കുകളും നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടെക് മഹീന്ദ്ര, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ITC, ബജാജ് ഫിൻസർവ് എന്നിവ 2.27% മുതൽ 1.54% വരെയാണ് ഇടിഞ്ഞത്. ഇന്ന് ഇന്ത്യ വിക്സ് 1.65% ഇടിഞ്ഞ് 17.26 ക്ലോസ് ചെയ്തു. ബ്രോഡർ മാർക്കറ്റിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് 100 0.52%, സ്മോൾ ക്യാപ്പ് 100 0.26% ഇടിഞ്ഞ് റെഡിൽ ക്ലോസ് ചെയ്തു. സെക്ടർ ബേസിൽ നിഫ്റ്റി മീഡിയ ഒഴികെ NSEയിലെ മറ്റെല്ലാ സെക്ടറൽ ഇൻഡെക്സുകളും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഏറ്റവും വലിയ തിരിച്ചടികൾ IT, ആട്ടോ, FMCG, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവയ്ക്കായിരുന്നു. ഓരോന്നും 1% അധികമാണ് ഇടിഞ്ഞിരിക്കുന്നത്. BSE എക്സ്ചേഞ്ചിലെ മാർക്കറ്റ് ബ്രെഡ്ത്ത് ഇന്ന് നെഗറ്റീവായിരുന്നു. ട്രേഡിംഗ് നടന്ന 4086 സ്റ്റോക്കുകളിൽ 2165 എണ്ണവും റെഡിലാണ് ക്ലോസ് ചെയ്തത്. 1758 സ്ട്രൈറ്റ് റെഡ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. 163 മാറ്റമില്ലാതെ തുടരുകയും ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി നിഫ്റ്റി ഡെയിലി ചാർട്ടിൽ ഒരു റെഡ് ക്യാൻഡിൽ ഫോമായിട്ടുണ്ട്. ഇത് മാർക്കറ്റ് വീക്ക്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ഇൻഡെക്സ് 21 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് ചുറ്റും ഒരു സപ്പോർട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അത് 24,445 അതേസമയം 25,000 എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ലെവല് അതൊരു ചുരുങ്ങിയ ദിവസത്തേക്ക് ഒരു സ്പെഷ്യൽ റെസിസ്റ്റൻസ് ആയിട്ട് കുറച്ച് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. US ധനകാര്യ സ്ഥാപനങ്ങളുടെ ബജറ്റ് ബിൽ ദേശീയ കടം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന ആശങ്കകൾക്കിടയിലും ദീർഘകാല ബോണ്ട് ഡിമാൻഡ് കാരണം US ട്രഷറി വരുമാനം ഉയർന്നേക്കാമെന്ന ആശങ്കകൾക്കിടയിലും പ്രധാന ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകൾ ഇടിവ് രേഖപ്പെടുത്തി. ഇതിൻ്റെ എല്ലാം സമ്മർദ്ദത്തിന് പുറമെ ഒരു പ്രധാന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി US ക്രെഡിറ്റ് ഔട്ട്ലുക്ക് താഴ്ത്തിയത് ഏഷ്യൻ മാർക്കറ്റിൽ ഉടനീളം തന്നെ ഒരു ഹ്യൂജ് സെല്ലിങ്ങിന് കാരണമായിട്ടുണ്ട്. ഈ മാസത്തിൽ, അതായത് മെയ് മാസത്തിൽ ഇന്ത്യയുടെ PMIയിൽ ശ്രദ്ധേയമായ പുരോഗതിയും സാമ്പത്തിക സാഹചര്യത്തിൽ ഉയർച്ചയും ഉണ്ടായിരുന്നിട്ടും ഈ US ഇന്ത്യ വ്യാപാര ചർച്ചകളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വവും ആഗോള മാർക്കറ്റിലെ നിരന്തരമായ ഈ ചാഞ്ചാട്ടവും ഇന്ത്യൻ ഓഹരികളെ അടുത്ത കുറച്ച് കാലത്തേക്ക് ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഓരോ ദിവസവും, ഇപ്പോൾ പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം 24,550, അതുപോലെ 24,500 ആ ഒരു ലെവൽ സപ്പോർട്ട് ഒരുപാട് നേരം റെസ്പെക്റ്റ് ചെയ്തത് നമ്മളൊക്കെ ശ്രദ്ധിച്ചതാണ്. പക്ഷേ ഓരോ സമയം താഴത്തേക്ക് ഓരോ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴും നമ്മളെടുക്കുന്ന ട്രേഡുകൾ പൂർവാധികം ശക്തിയോടെ അത് തിരിച്ച് റിവേഴ്സൽ വരുന്നത് കാരണം, എന്നാലോ അതൊരു കൺഫേം റിവേഴ്സൽ അല്ലതാനും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് താഴത്തോട്ട് പോകാനുള്ള ഒരു വ്യഗ്രത തന്നെയായിരുന്നു. പക്ഷേ താഴേക്ക് പോകാനുള്ള ആ ഒരു സപ്പോർട്ട് അതിനെ ഉടയ്ക്കാനും പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുത്താൽ എല്ലാം നഷ്ടത്തിൽ അവസാനിക്കും. ഞങ്ങളും ഇന്ന് അല്പം നഷ്ടത്തിൽ അവസാനിച്ചു ഇല്ല, കാരണം അവസാനം കൊടുത്തിരിക്കുന്ന ആ ഒരു 0 ഹീറോ
അത് ലോട്ട് സൈസ് കൂട്ടി അത്യാവശ്യം നമ്മുടെ ലോസൊക്കെ ഇന്ന് റിക്കവർ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇത് ബാങ്ക് നിഫ്റ്റി 55,340 റെസിസ്റ്റൻസും 54,440 സപ്പോർട്ടുമാണ്. അത് ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് മറ്റുള്ള ഇൻഡെക്സുകളും സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം. നോക്കൂ, ഈ നിഫ്റ്റിയും ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് സെൻസെക്സ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും നോക്കൂ, സെൻസെക്സും ജസ്റ്റ് 80,647 താഴെ ജസ്റ്റ് നമ്മൾ 80,645 നമ്മുടെ സപ്പോർട്ട്. ജസ്റ്റ് ഒന്ന് എത്തി നോക്കിയിട്ട് തിരിച്ച് കയറുക തന്നെ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നമുക്കിന്ന് ആക്റ്റീവ് ആയിട്ടില്ല. നമുക്ക് സപ്പോർട്ട് ലെവലുകൾ ഈ ഒരു ലെവൽ തന്നെയാണ് 80,640 645 റേഞ്ചിൽ ഇന്ന് സെൻസെക്സിൽ നാളെ നമ്മൾ വാച്ച് ചെയ്യാനുള്ളത്. റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് അല്പം താഴത്തേക്ക് കൊണ്ടുവരാം. ഈ ഒരു സ്വിംഗ് ഐയിൽ നിന്ന് 81,690. അപ്പോൾ സെൻസെക്സിൽ നമുക്ക് നാളെ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ അത് നമ്മൾ സപ്പോർട്ട് മാറ്റേണ്ട ആവശ്യമില്ല. 54,440 റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് വേണ്ട. ഈ ഒരു 55,340 തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ മാറ്റേണ്ട ആവശ്യം കാണുന്നില്ല. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ട് ലേശം താഴ്ത്തി വയ്ക്കാം. ഈ ഒരു 24,370. ഓക്കെ, 24,370 നമുക്ക് നിഫ്റ്റിയിൽ നാളെ വാച്ച് ചെയ്യാനുള്ള സപ്പോർട്ട്. അല്ലെങ്കിൽ 24,375. ഓക്കെ, റെസിസ്റ്റൻസ് നമുക്ക് അല്പം താഴത്തേക്ക് കൊണ്ടുവന്ന് ഈ ഒരു സ്വിംഗ് ഐയിൽ നിന്ന് നോക്കാം. 24,845. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെയും വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നാളെ ബ്രേക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. സാഹചര്യം കിട്ടുകയാണെങ്കിൽ ട്രേഡ് എടുത്ത് മുന്നോട്ട് പോവുക. നാളെ വെള്ളിയാഴ്ചയാണ്. ഒരു വോളറ്റിലിറ്റിയോ അല്ലെങ്കിൽ ഒരു സൈഡ് വേയോ പ്രതീക്ഷിക്കണം. ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.